Hello everyone, welcome back to Xylem Learning. It's me, Jamshad. നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ വർഷവും ചോദിക്കാറുള്ള ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു ലെറ്റർ റൈറ്റിംഗിന്റെ കംപ്ലീറ്റ് പാർട്ട് പഠിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി തരും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ കംപ്ലീറ്റ് മാർക്കും ഫുൾ മാർക്കും ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് Xylem നിങ്ങൾക്ക് തരികയാണ്. നോക്കാം ലെറ്റർ റൈറ്റിംഗ് എങ്ങനെ എഴുതാം, ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഒക്കെ സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ആക്ടിവിറ്റി 4 ലെറ്റർ ആണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ഒരു കട്ടിങ് ആണ് കേട്ടോ. ഓക്കെ, പോളിയ ഫൗണ്ട് എ ലെറ്റർ ഇൻ ഇവാൻസ് ജാക്കറ്റ്. ഇവാന്റെ ജാക്കറ്റിൽ നിന്ന് പോളി എന്താക്കി, ഒരു ലെറ്റർ കണ്ടെത്തി. സിൻസ് ഷി വാസ് ഇല്ലിറ്ററേറ്റ് ഷി കുഡ് നോട്ട് റീഡ് ഇറ്റ്. അവൻ ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട്, നിരക്ഷരനായതുകൊണ്ട്, ഇത് വായിക്കാനും എഴുതാനൊന്നും അറിയാത്തത് കൊണ്ട് അവൻ എന്താക്കാൻ കഴിഞ്ഞില്ല, വായിക്കാൻ കഴിഞ്ഞില്ല. പോളിയ ഡിസൈഡഡ് ടു ലേൺ ടു റീഡ്. അവൻ എങ്ങനെയെങ്കിലും വായിക്കാൻ പഠിക്കണമെന്ന് കരുതി. ഇറ്റ് ടുക്ക് 3 months for her to read the letter. 3 മാസം എടുത്തു അവനത് വായിക്കാൻ. She learned that it was the letter from Maria. അത് മരിയയിൽ നിന്നുള്ള ഒരു ലെറ്റർ ആണെന്ന് അവര് മനസ്സിലായി. പോളിയ brought a letter to Maria. ഇനി തിരിച്ച് മരിയക്ക് ഒരു ലെറ്റർ എഴുതാണ്. റൈറ്റ് ദ ലെറ്റർ. ആ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇറ്റ്സ് എ പ്രാക്ടീസ്. ഇത് നമ്മളെ ആക്ച്വൽ ലെറ്റർ എഴുതാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ഇതും നോക്കാം. യു നോ ദ ബോയ് ഇൻ ദ പോം സംബഡീസ് മദർ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, സംബഡീസ് മദർ. ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പോയത്തിലെ ഈ ഒരു ബോയിനെ നിങ്ങൾക്കറിയാം. ഹി ഹെൽപ് ദ ഓൾഡ് വുമൻ ടു ക്രോസ് എ ബിസി റോഡ് വെറ്റ് വിത്ത് സ്നോ. നല്ല മഞ്ഞൊക്കെ കാരണം നല്ല നനവുള്ള ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കര ബിസി ആയി കിടക്കുന്ന റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓൾഡ് വുമനെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഈ ഒരു ബോയ്. ഓക്കെ, ദ ബോയ് വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഡീഡ്. തന്റെ പ്രവൃത്തിയിൽ അവൻ ഭയങ്കര അഭിമാനമുള്ളവനായിരുന്നു. അങ്ങനെയോ ആൻഡ് ഡിസൈഡഡ് ടു ഷെയർ ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ഗ്രാൻഡ്മ. തന്റെ ഗ്രാൻഡ്മയുണ്ട്, അവനൊരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മനോട് പറയും, ഓ ഞാൻ ഇന്നൊരു മറ്റൊരു അമ്മൂമ്മയെ അല്ലെങ്കിൽ ഒരു ഓൾഡ് വുമനെ എന്താക്കി, എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതുക. ഹെൽപ് ഹിം ടു റൈറ്റ് ദ ലെറ്റർ. അവന് നമുക്കൊരു ലെറ്റർ എഴുതാൻ സഹായിച്ചാലോ? ഈസി ബിസി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ട്രൈ. അതിന് എന്തൊക്കെ വേണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കും, ഹൗ ടു റൈറ്റ് എ ലെറ്റർ. എങ്ങനെ ഒരു ലെറ്റർ എഴുതാം? ഓക്കെ അല്ലേ? എങ്ങനെ ലെറ്റർ എഴുതാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാം. യൂസ് സ്യൂട്ടബിൾ ഫോർമാറ്റ്സ്. അതിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഫോർമാറ്റുകൾ യൂസ് ചെയ്യാം. ടെക്നിക്കലി മറന്നു പോകരുത്. ഇതൊക്കെ പറ്റുകയാണെങ്കിൽ എഴുതിയും കൂടി വെച്ചിട്ടോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ മാറി നിന്ന് തരാം. ഓക്കെ, അത് പോസ്റ്റ് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. പ്ലേസ്, ഡേറ്റ്, സാല്യൂട്ടേഷൻ. ഓക്കെ, അതിന് ഒരു പ്ലേസ് വേണം അല്ലെങ്കിൽ ഡേറ്റ്. പ്ലേസ് ഡേറ്റ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് സാല്യൂട്ടേഷൻ കൊടുക്കണം. സാല്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ എന്താ, ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഡിയർ ഗ്രാൻഡ്മ എന്ന് കൊടുക്കാം. അപ്പൊ തന്നെ ചിന്തിക്കണം ഈ ഒരു എക്സാമ്പിളിൽ എന്തായിരിക്കും കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ തന്നെ ഓർമ്മയിൽ വേണേ. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെയോ ബോഡി ഓഫ് ദ ലെറ്റർ. പിന്നെ എന്താണ് ലെറ്ററിൽ പറയേണ്ടത്? അതിന്റെ ബോഡി ഉണ്ടാകും, ദെൻ കൺക്ലൂഷൻ ഉണ്ടാകും. അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ റിഗാർഡിങ് ബൈ ദ റിഗാർഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് വിത്ത് ലവിംഗ്ലി ഒക്കെ പറഞ്ഞിട്ട് അവസാനല്ലേ, അത് നമുക്ക് നോക്കാം. ദെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് സെറ്റായി. കൺവൈസ് ദ മെസ്സേജ് എഫക്റ്റീവ് ടു മീ ദ പേർപ്പസ്. നമ്മുടെ ആവശ്യം എന്താണെന്ന് അതിൽ കറക്റ്റ് കൊടുക്കണം. നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്, നമ്മുടെ ഈ ഒരു ചെക്കൻ ഈ ഒരു ഓൾഡ് വുമനെ ഹെൽപ്പ് ചെയ്തത് തന്റെ എക്സാക്ട് ഗ്രാൻഡ്മക്ക് എന്താക്കണം, അറിയിക്കണം. ഗ്രാൻഡ്മനോട് പറയണം. ഭയങ്കര സന്തോഷത്തോട് അഭിമാനത്തോടു കൂടി പറയണം ഗ്രാൻഡ്മയോട്. അതാണ് അതിന്റെ പേർപ്പസ്. ഓക്കെ, അത് മനസ്സിലാക്കണം. വെൽ ഫോംഡ് സെന്റൻസ്. നല്ല അടിപൊളിയായിട്ട് സെന്റൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു അടിപൊളി ഇംഗ്ലീഷ് വെച്ചിട്ട് നല്ല മാക്സിമം ക്ലിയർ ആയിട്ടുള്ള, ഇത് വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ അടിപൊളി വേർഡ്സ് അറിയാമോ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ലെറ്റർ എഴുതാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈസിയാണ്. നമുക്ക് നോക്കാം. അതിന്റെ ഒരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എക്സാം ഹാളിൽ പോവുക. എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ, ഓ JD സാർ പഠിപ്പിച്ച ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ്, അത് ഓർമ്മ ഉണ്ടാവണം, മറക്കരുത്. ദെൻ ഇതാണ് ഡേറ്റ്, പ്ലേസ്. നമ്മൾ പറഞ്ഞു ഡേറ്റും പ്ലേസും അവിടെ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ഓക്കെ, ഡേറ്റ് പ്ലേസ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഡേറ്റ് പ്ലേസും ജസ്റ്റ് ഏതാണോ ഡേറ്റ് എന്നുള്ളത് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥലം അതിൽ മെൻഷൻ ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. സാല്യൂട്ടേഷൻ പറഞ്ഞിരുന്നു.
ഡിയർ ഗ്രാനി. ഗ്രാൻഡ്മയെ ഭയങ്കര എന്താ പറയാ ഒരു ഓമനത്വത്തോടു കൂടി വിളിക്കുന്ന പേരാണ് ഗ്രാനി. ഓക്കെ, എന്റെ അമ്മൂമ്മേ, ഡിയർ ഗ്രാനി, ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ഓക്കെ, ഹൗ ആർ യു? സുഖമാണോ? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സുഖമാണെന്ന് കരുതുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ ആൻ എക്സ്പീരിയൻസ് ദാറ്റ് ഹാപ്പൻ ടു മീ ടുഡേ. ഇന്ന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാൻ, അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. എന്തിനാണ് ലെറ്റർ എഴുതുന്നതെന്ന് അതിൽ കൊടുക്കണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ദ കൺവേസ് ദ മെസ്സേജ് എഫക്റ്റീവ് ടു മീ ദ പേർപ്പസ് എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഓക്കെ, ടുഡേ ഐ സോ എ ഗ്രാൻഡ്മ ലൈക്ക് യു. നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു ഗ്രാൻഡ്മനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു കേട്ടോ. But her dress was ragged and her hairs are almost gray. അവളുടെ ഡ്രസ്സൊക്കെ എന്തായിരുന്നു? ഭയങ്കര റാഗ്ഡ് ആണ്, ഭയങ്കര പഴയതാണ്, കീറി പറഞ്ഞതാണ്. And her hairs are almost gray. മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അല്ലേ? ഭയങ്കര വൈറ്റ് കളറായിട്ടുണ്ട്. She was afraid to cross the road because of heavy traffic. നല്ല തിരക്കുള്ള ട്രാഫിക് ആയതുകൊണ്ട് അവൾ എന്താണ് ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിരുന്നു. And the street was also very wet. സ്ട്രീറ്റിലാണെങ്കിൽ ഭയങ്കര നനവുണ്ട്, സ്നോ വന്നിട്ടേ, മഞ്ഞ് വന്നിട്ട് നനവുണ്ട്. She requested every human with a glance but no one heeded her. ജസ്റ്റ് എന്നെ ആരെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചിട്ടില്ല, എല്ലാവരെയും ഗ്ലാൻസ് ചെയ്തു. ഗ്ലാൻസ് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കി, ഒന്ന് സഹായിക്കോ എന്നുള്ള രീതിയിൽ പറയുന്നില്ല, ജസ്റ്റ് എല്ലാവരെയും ഇങ്ങനെ നോക്കണം, എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ 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 ഇങ്ങനെ നോക്കണം. പക്ഷെ ആരും സഹായിക്കുന്നില്ല. At that moment, our school dispersed and we came out from school. ആ സമയത്താണ് ഞങ്ങൾ സ്കൂൾ ഡിസ്പേഴ്സ് ആയത്, അതായത് സ്കൂൾ വിട്ടത്. ആ സമയത്ത് all students, നമ്മളെല്ലാവരും എന്താക്കി? സ്കൂളിൽ നിന്ന് പുറത്തു വന്നു. All students were hastened to reach home without noticing her. എല്ലാവരും നമ്മൾ ബാഗ് ഇട്ടിട്ട് ഓടുക ചെയ്യുക സ്കൂളിലേക്ക്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് ഭയങ്കര പെട്ടെന്ന് ധൃതിയിൽ ഓടി വീട്ടിലെത്താനുള്ള തിരക്കിലായിരുന്നു. But I remember about you. പക്ഷേ ആ സമയത്ത് ഞാൻ നിങ്ങളെ ഓർത്തു. At that very moment and I whispered her that I'll help you to cross. ഈ ഒരു ഓൾഡ് വുമനെ കണ്ട സമയത്ത് നമ്മുടെ ഈ ഒരു കൊച്ചു കുഞ്ഞിന്, ആ ഒരു ബോയ്ക്ക് എന്ത് തോന്നി? ബോയ്ക്ക് ആ ഒരു ബോയുടെ ഗ്രാൻഡ്മയെ ഓർമ്മ വന്നു. ഓക്കെ, മുത്തശ്ശിയെ ഓർമ്മ വന്നു. അപ്പോ ആ ഒരു ഓൾഡ് വുമനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു, ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു ഈ റോഡ് ക്രോസ് ചെയ്യാൻ. ഷീ പ്ലേസ്ഡ് ഹെർ ഹാൻഡ് ഇൻ മീ. ആ ഓൾഡ് വുമൺ, ആ ഒരു വയസ്സായ ആ ഒരു സ്ത്രീ എന്താക്കി? എന്റെ കയ്യിൽ അവരുടെ കൈ തന്നു. ഐ ഗൈഡഡ് ഹെർ ആൻഡ് റിട്ടേൺ ബാക്ക്. അവരെ ഞാൻ എന്താക്കി? ഗൈഡ് ചെയ്ത് അവിടെ എത്തിച്ചു കൊടുത്തു, തിരിച്ചു വന്നു. ഗ്രാൻഡ്മ, ഐ ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ. ഞാൻ എന്റെ കർമ്മയിൽ വിശ്വസിക്കുന്നു. എന്താണ് ഈ കർമ്മ? ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കർമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലം, അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ റിവാർഡ് നമുക്ക് മറ്റു തരത്തിൽ എന്തായിരിക്കും? തിരിച്ചു കിട്ടും. ഓക്കെ, ജസ്റ്റ് ലൈക്ക്, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ജസ്റ്റ് ലൈക്ക് മീ സം ഫെലോ വിൽ ലെൻഡ് എ ഹാൻഡ് ഫോർ മൈ മദർ and you. Okay, just like me, എന്നെ പോലെ some fellow, വേറെ ഏതെങ്കിലും some fellow will lend a hand for my mother and you. എൻ്റെ അമ്മയ്ക്കും നിങ്ങൾക്കും, എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഗ്രാൻഡ്മയ്ക്കും വേറെ ആരെങ്കിലും ഇതുപോലെ സഹായിക്കും. ഞാൻ ഇങ്ങനെ സഹായിച്ചതുപോലെ എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഗ്രാൻഡ് നിങ്ങൾക്കും ഇതുപോലെ ആരെങ്കിലും സഹായം ലഭിക്കുന്നു. That's karma. I am so grateful today. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര അഭിമാനപൂർവ്വം പറയാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ടുഡേ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ ക്യാൻ ഹെൽപ്പ് ഹർ. എനിക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു. ആൻഡ് ഷീ ബ്ലെസ്ഡ് മീ. അവരെന്നെ എന്താക്കി? അനുഗ്രഹിച്ചു. നീ നന്നായി വരുവടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇവനെ വിട്ടിട്ടുണ്ടായിരുന്നത്. ഐ എം കൺക്ലൂഡിംഗ് ദിസ് ലെറ്റർ ഗ്രാൻഡ്മ. കൺക്ലൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടോ, ഈ ഒരു ഫോർമാറ്റ് മറന്നു പോരുതേ. വെൽ ഫോംഡ് സെന്റൻസ് ആണ്. അതുപോലെ തന്നെ ബോഡി ഓഫ് ദ ലെറ്റർ കൺക്ലൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺക്ലൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ എം കൺക്ലൂഡിംഗ് ദിസ് ലെറ്റർ ഗ്രാമ. ഐ നീഡ് യുവർ റിപ്ലൈ ആൻഡ് ഒപ്പീനിയൻ അബൌട്ട് മൈ ഡീഡ്. ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയെ പറ്റിയിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താക്കണം? അറിയിക്കണം. അതിനൊരു മറുപടി നിങ്ങൾ അറിയിക്കണം. അത് ഈ ഒരു ഞാൻ ചെയ്ത പ്രവൃത്തിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ള ഒരു മറുപടി കത്ത് എനിക്ക് കിട്ടണം, അറിയിക്കണം കേട്ടോ. ലവിംഗ്ലി, സ്നേഹത്തോടെ, മിത്തു. മിത്തു ഒരു ജസ്റ്റ് പേര് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ബോയിനായതുകൊണ്ട് ജസ്റ്റ് എന്താക്കാം? ഇഷ്ടമുള്ള പേര്, നിങ്ങളുടെ പേരിന് കൊടുക്കാം. ഓക്കെ, ഞാനാണെങ്കിൽ എന്ത് കൊടുക്കും? ഞാനിപ്പോ തൽക്കാലം മിത്തു എന്ന് കൊടുത്താണ്. ഞാനാണെങ്കിൽ ജംഷു എന്ന് കൊടുക്കും. ജംഷാദ് എന്നാണല്ലോ എൻ്റെ പേര്. അപ്പോൾ ജംഷു എന്ന് കൊടുക്കാം അല്ലേ? നൈസ് അല്ലേ? ഓക്കെ, ജംഷു നൈസായിട്ട് ഒരു ചെറിയ ബോയ് ആയതുകൊണ്ട്. ഓക്കെ, വേണ്ട, നമ്മൾ ചെയ്താലും ഇവിടെ മിത്തു എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. ഓക്കെ, അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലെറ്റർ ആയി. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെറ്റർ, ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്.
കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. സോ ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഇതിന്റെ ക്വസ്റ്റ്യൻ മനസ്സിൽ വെച്ചിട്ടോ നിങ്ങൾ ഒരു ആൻസർ എഴുതി ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ഈസി ആയിട്ട് ഏതൊരു ലെറ്ററും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മൾ ഇനിയും ഇടും. ഓക്കെ, അതെന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് ഇനി ഏത് ആക്ടിവിറ്റി, കുറേ ആക്ടിവിറ്റി ഉണ്ടല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ, ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ ഇനിയും വെക്കുന്നതായിരിക്കും, നമ്മുടെ എക്സാം ഓറിയന്റഡ് ലൈവ് ഒക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക. എന്നാലേ ഇത് വരുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ബെല്ലൈക്കൺ കേട്ടോ. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റേ പ്രാക്ടീസിന്റെ കാര്യം തീരെ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. until then it's a bye.